യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ആഗ്രഹം നിലനിൽക്കുന്ന സമാധാനവും നിലനിൽക്കുന്ന സ്വസ്ഥതയും അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ നിലനിൽക്കുന്ന സമാധാനവും സ്വസ്ഥതയും മനുഷ്യന് ലഭിക്കാത്ത നിലയിൽ മനുഷ്യനിൽ നിന്ന് ഒത്തിരി അകലം പാലിച്ച് കയ്യെത്താ ദൂരത്ത് മാറി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാന കാരണം? ബൈബിൾ പറയുന്നു, സ്വസ്ഥതയും സമാധാനവും മനുഷ്യന് ലഭിക്കാത്തതിൻ്റെ കാരണം അവനിൽ വാഴുന്ന പാപമത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത്, പാപികളായ സകല മനുഷ്യരും മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപത്തിന്റെ പരിഹാരകനായി, നമ്മുടെ പാപത്തിന്റെ പകരക്കാരനായി യേശു കർത്താവ് ക്രൂശിൽ മരിക്കുവാൻ ഇടയായി. ആ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന മാത്രയിൽ എൻ്റെ പാപത്തിന്റെ പകരക്കാരനായി എനിക്ക് സമാധാനം നൽകുവാൻ, എനിക്ക് സ്വസ്ഥത നൽകുവാൻ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് നാം വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ ഹൃദയത്തെ അവൻ്റെ തങ്കച്ചോര കൊണ്ട് കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനും എന്നേക്കും ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത നിലയിലുള്ള സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്ന നിലയിൽ തന്നെ തന്നുകൊണ്ട് നാം ജീവിക്കുന്ന കാലത്തോളം അത്യന്തം സന്തോഷത്തിൽ, അത്യന്തം സമാധാനത്തിൽ നമ്മുടെ കൂടെ സഹവസിച്ചുകൊണ്ട് നമ്മുടെ യേശു കർത്താവ് നമ്മളെ വഴിനിർത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് സന്തോഷമില്ലാതെ വളരെയധികം ദുഃഖത്തിൽ എന്നെ കേൾക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിന് നിലനിൽക്കുന്ന സ്നേഹവും നിങ്ങളുടെ ഹൃദയത്തിന് നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയും തരുവാൻ ആ യേശു കർത്താവിന് കഴിയും. അതുകൊണ്ട് ആ യേശുവിൽ വിശ്വസിക്കുക, ആ യേശുവിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ അവനോടൊപ്പം സഞ്ചരിക്കുക. മേ ഗോഡ് ബ്ലസ്.